ഹായ്, ഇന്ന് നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊന്നുമല്ല. നമ്മളിപ്പോൾ ഗൂഗിൾ ക്ലൗഡിലൊക്കെ നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ് എല്ലാം സേവ് ചെയ്യാനുണ്ടല്ലോ. അത് നമ്മൾ സ്റ്റോർ ചെയ്യണതിന് നമുക്ക് റിവാർഡ്സ് ഒന്നും കിട്ടണില്ല. അതായത് നമുക്ക് ഏർണിങ്സ് ഒന്നും കിട്ടണില്ല അതിൽ നിന്ന്. പക്ഷേ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഏർണിങ്സ് കിട്ടും സ്റ്റോർ ചെയ്യണതിന്. ഓക്കെ, 100% ട്രസ്റ്റഡ് ആണ്. നമ്മുടെ ഡാറ്റയ്ക്കെല്ലാം പ്രൈവസി ഉണ്ട്. സോ താല്പര്യമുള്ളവർ യൂസ് ചെയ്യാം. കാരണം ഇതുവഴി നമുക്ക് മന്ത്ലി ഒരു ഏർണിങ്സും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ക്രിപ്റ്റോ റിലേറ്റഡ് ആണ്. എല്ലാവർക്കും മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ടാവുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഈ വീഡിയോയുടെ തംബ്നെയിൽ എന്താണോ ആ തംബ്നെയിൽ തന്നെ ആയിരിക്കും അതിലുണ്ടാവുക. ആ തംബ്നെയിലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും. DNet സ്റ്റോറേജ് Web3 ക്ലൗഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കിവി ബ്രൗസർ എന്ന് പറയുന്ന ഒരു ബ്രൗസർ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് പോവുക. മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇതുപോലെ. അതിൽ നമ്മൾ മെറ്റാമാസ്ക് എന്ന് സെർച്ച് ചെയ്യാം. മെറ്റാമാസ്ക് എന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് ഈ ബ്രൗസറിൻ്റെ അകത്ത് തന്നെ. എന്നിട്ട് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യാൻ കാണിക്കും. അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു പാസ്വേഡൊക്കെ ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ടാകും. മെറ്റാമാസ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡൗട്ടുള്ളവർ ചോദിക്കാൻ ഞാൻ വേണമെങ്കിൽ അതിന് വേണ്ടി ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വാലറ്റ് അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്തതിന് ശേഷം ഈ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് അക്കൗണ്ട് ഓർ ഹാർഡ്വെയർ വാലറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് എ ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അക്കൗണ്ടിന് ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ DNet സ്റ്റോർ ടു വൺ DNet എന്നാണ് പേര് കൊടുക്കുന്നത്. അതിനുശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു 3 ഡോട്ട് കാണുന്നുണ്ടോ, സ്റ്റോർ ടു വൺ DNetൻ്റെ അടുത്ത്. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് കീ എടുത്തിട്ട് DNet എന്നുള്ള ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടതുണ്ട്. ഈ പ്രൈവറ്റ് കീ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫണ്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈവസി ഈ പ്രൈവറ്റ് കീയിലാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യണം. അക്കൗണ്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ പ്രൈവറ്റ് കീ എന്ന് കാണിക്കും. എന്നിട്ട് നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. നമ്മുടെ മെറ്റാമാസ്കിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ട് ഈ കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഹോൾഡ് ടു റിവീൽ പ്രൈവറ്റ് കീ, അതായത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാനാണ് പറയുന്നത്. അവിടെ നിന്ന് ശരിക്കും പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ പ്രസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് കീ കാണിക്കും. ഇത് ഞാൻ ഹൈഡ് ചെയ്തേക്കാണ്, ഒരു അതിൻ്റെ ചിഹ്നം വെച്ച് ജസ്റ്റ് ഹൈഡ് ചെയ്യുന്നുള്ളൂ. അവിടെ കോപ്പിയുടെ ബട്ടൺ കാണിച്ചിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിക് MATIC എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് മാറ്റിക് എന്ന് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നിങ്ങളുടെ ഇൻ്റർഫേസ് ആവും. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 0 മാറ്റിക്കാണുള്ളത്. മാറ്റിക് നമ്മൾ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മുടെ ഈ ഒരു വാലറ്റിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നോട് ഡയറക്റ്റ് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മുടെ DNet എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് വരിക. ഇമ്പോർട്ട് എന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൈവറ്റ് കീ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഒരു പാസ്വേഡ് കൊടുക്കാം. ആ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു പാസ്വേഡ്, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു പാസ്കോഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇഷ്ടമുള്ളൊരു പാസ്കോഡ് കൊടുക്കാം. ഒരു 2, 4, 6 പാസ്കോഡാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സ്റ്റാർട്ട് ഏർണിംഗ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എത്ര സ്റ്റോറേജ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ മന്ത്ലി ഏർണിംഗ്. ഇപ്പോൾ ഞാനൊരു 0.1 TB ആണ് എടുക്കുന്നത്. അതിന് $3.72 കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആ കോസ്റ്റിന് എനിക്ക് ഒരു മാസം $1 ഒരു മാസത്തിൽ കിട്ടും എന്ന് കാണിക്കുന്നുണ്ട്. അത് ഓരോ മാസവും $1 വെച്ച് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഈ സംഭവം നിങ്ങൾ സ്ലൈഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോറേജ് എന്തോരം എടുക്കാമെന്ന് കാണിക്കും. അതിൻ്റെ കോസ്റ്റും കാണിക്കും. അതിൻ്റെ മന്ത്ലി ഏർണിങ്സും മുകളിൽ കാണിക്കും. ഓക്കെ, എത്രയെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് സ്റ്റോറേജ് കൊടുക്കുക. ഗെറ്റ് സ്റ്റോറേജ് ഫോർ ടോക്കൺ അല്ലെങ്കിൽ പേ ബൈ കാർഡ് കൊടുക്കാം. മാറ്റിക്കിൻ്റെ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ആയിട്ട് ബന്ധമില്ല, അറിയില്ല, ചെയ്യാൻ മടിയാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് പേ ബൈ കാർഡ് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 4.5 മെറ്റിക്കിന് ഇത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 0.1083757 ടെറാബൈറ്റ് ആണ്. എന്നിട്ട് ഇവിടെ അപ്രൂവ് അല്ലെങ്കിൽ കണ്ടിന്യൂ എന്നുണ്ടാവുക. ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ബാലൻസിൽ 0.115 TBY എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് 115 GB ഓളം 115 GB ഓളം 115 GB ഓളം എനിക്ക് ഉണ്ട്. അതായത് ഗൂഗിൾ ക്ലൗഡ് പോലെ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് പോലെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ റിവാർഡ്സ് നമുക്ക് കൂട്ടാൻ കഴിയും. അതിനുവേണ്ടി ഗോ ഡെയിലി ടാസ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യാം.
ബൂസ്റ്റ് റിവാർഡ് ഏർണിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റെഫറൽ കോഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമുക്ക് കൊടുക്കേണ്ട റെഫറൽ കോഡ് തന്നിട്ടുണ്ടോ, അത് കൊടുത്താൽ 2% നിങ്ങൾക്ക് ഏർണിങ്സ് കൂടും. ഓക്കെ, 2% അല്ല 2x 2 മടങ്ങ് ഏർണിങ്സ് കിട്ടും 7 ദിവസത്തേക്ക്. ഓക്കെ, അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുക റെഫറൽ കോഡ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ആവുന്നതാണ്. അതിനുശേഷം സ്റ്റോർ ആൻഡ് ഏൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഫയൽ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ മേക്ക് എ പോസ്റ്റ്. ഇത് ഡെയിലി ഇല്ല, 7 ദിവസം, അതായത് ഒരാഴ്ചത്തേക്ക് നമുക്ക് 1 ടൈം നമ്മുടെ ഏർണിങ്സ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മേക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാനായിട്ടാണ്, വേറെ ഒന്നുമില്ല. മേക്ക് എ പോസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ട്വിറ്ററിൽ ഓപ്പൺ ആവും. അത് താനെ പോസ്റ്റ് വന്നിട്ടുണ്ടാവും. പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ട്വിറ്റർ പ്രൊഫൈലിൽ പോയിട്ട് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത ആ ഒരു ത്രെഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് ഷെയർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് കോപ്പി ലിങ്ക് എടുക്കുക. ഈ ആപ്ലിക്കേഷൻ ഡീനെറ്റിൽ തിരിച്ച് വന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് സെൻഡ് ആവും. അപ്പോൾ അതിൻ്റെ റെഫറൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നി. നമുക്ക് മന്ത്ലി ഒരു ഏർണിങ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക്